ഇന്ന് നമ്മൾ നല്ലൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ വെറ്റിലയാണ്, ബീറ്റിൽ ലീഫ് വെറ്റില. നമ്മുടെ നാട്ടിലൊക്കെ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെറ്റിലയാണിത്. ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഇത് ഹെയർ ഫോള്, മുടി ബ്രേക്കേജ്, മുടി പൊട്ടിപ്പോകുന്നത്, ഡാൻഡ്രഫ്, സ്പ്ലിറ്റ് എൻഡ്സ്, ഇതിനൊക്കെ ഈ ബീറ്റിൽ ലീഫ് വളരെ നല്ലതാണ്. ഇതിന് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സ്കാൽപ്പ് ഇച്ചിങ് കുറയും, നമ്മുടെ ഡാൻഡ്രഫ് കുറയും. പിന്നെ ഇതിന് വൈറ്റമിൻ സി ഉണ്ട് ഇതിൽ. അതുകൊണ്ട് നമ്മുടെ ഹെയർ ഫോള് വളരെ നിയന്ത്രിക്കുന്നൊരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. ഹെയർ ഫോൾ ഇതിൻ്റെ നിയന്ത്രിക്കും ഇത് നമ്മൾ ഉപയോഗിച്ചാൽ. ഇത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നട്ടുപിടിപ്പിച്ചെടുക്കാം. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇത് നട്ടുപിടിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് വാങ്ങാനും കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റോറുകളിലും ഇത് വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ട് വാങ്ങാം. നമ്മുടെ തോട്ടത്തിൽ തന്നെ നമുക്കിത് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. നമുക്കിതിന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 നെല്ലിക്ക ഞാൻ ചെറുത്, ഇത് ഉണങ്ങിയ നെല്ലിക്ക ഇടാം, നെല്ലിക്ക പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം, പച്ച നെല്ലിക്ക ഇങ്ങനെ അരിഞ്ഞിട്ടാലും മതിയാവും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഈ കുട്ടിനരയ്ക്ക് പോലും വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന നരയ്ക്ക് വരെയും കരിഞ്ജീരകം വളരെ നല്ലതാണ്. കരിഞ്ജീരകം ഞാൻ 1 സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തേയിലപ്പൊടി 1 സ്പൂൺ, ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഇതൊന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് മുറിച്ചതാണ്, ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് നമുക്ക് കിട്ടണം. ബീറ്റിൽ ലീഫ് ഞാൻ മുറിച്ചിട്ട് ഇതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ബീറ്റിൽ ലീഫിന് അതിൻ്റെ തണ്ടും നാരും ഒന്നും കളയണ്ട. അതിങ്ങനെ തന്നെ മുറിച്ചങ്ങ് ഇതിലേക്ക് ഇട്ടേച്ചാൽ മതി. രണ്ട് നെല്ലിക്ക മുറിച്ചതും 1 സ്പൂൺ കരിഞ്ജീരകവും 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ തേയിലപ്പൊടിയുമാണ് നമ്മൾ ചേർത്തത്. അതിലേക്ക് 4 ബീറ്റിൽ ലീഫ് മുറിച്ചതും ഇട്ടിട്ടുണ്ട്, 1 ബീട്രൂട്ടും മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് വേണം നമുക്കിത് ഊറ്റിയെടുക്കാൻ. നമ്മളിതിൽ 2 ഗ്ലാസ് വെള്ളമാണല്ലോ ചേർത്തിരിക്കുന്നത്. അത് തിളച്ച് വറ്റി 1 ഗ്ലാസ് ആവണം. കുറച്ചേറെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ല കളറ് കിട്ടും. ഇതിൻ്റെ ഈ നമ്മളിട്ട എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നല്ല പ്രോപ്പർട്ടീസൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇത് വറ്റി തണുക്കാൻ വെക്കണം. തണുത്ത ശേഷം വേണം ഇത് അരിച്ചെടുക്കാൻ. ഇതൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഈ നമ്മൾ ഒഴിച്ച വെള്ളം കുറേയേറെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, ഇത് ചെറിയ ഗ്യാസിൽ വെച്ച് വേണം ഇതെപ്പോഴും നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് പാകം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇത് വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. തണുക്കുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ച് വയ്ക്കാം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മെഹന്തി പൗഡർ ഇട്ട് കലക്കി വയ്ക്കാം.
ഇത് മെഹന്തി പൗഡറാണ്. ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഈ മെഹന്തി കലക്കി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലോട്ടൊരു ഒരു അര സ്പൂൺ കോഫി പൗഡറും കൂടെ ചേർക്കാം. കോഫി പൗഡർ നമ്മുടെ മുടിക്ക് കളർ തരുന്നതിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ്. ഒരു 3 മണിക്കൂർ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് ഇപ്പോൾ 2 മണിക്കൂറായതേ ഉള്ളൂ ഞാൻ കലക്കി വെച്ചിട്ട്. നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നല്ല കണ്ടോ, നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇത് എത്ര നരച്ച മുടിയാണെങ്കിലും കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ നാച്ചുറൽ ഹെയർ ഡൈ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കണം. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ റേഷ്യോസിന് ആ അളവുകളുണ്ടല്ലോ, അളവുകളും അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ശരിയായിട്ട് ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനെ ഇത്രയും നല്ല കറുപ്പായിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് മുടി ഷാമ്പൂ ചെയ്ത് മുടിയിലെ എണ്ണമയം മൊത്തം മാറിയ ശേഷം ഇതൊരു ബ്രഷ് കൊണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഉപയോഗിച്ചാലും മതി. ബ്രഷ് കൊണ്ടാകുമ്പോഴെന്താ ഓരോ മുടിയുടെ ഇഴകളിലും ഇത് പിടിക്കും. ഇത് അപ്ലൈ ചെയ്ത് മുടി ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഒന്ന് കവർ ചെയ്ത് വെച്ച് നല്ല മുടിയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്ത് ഇതിൻ്റെ സത്തെല്ലാം മുടിയിലോട്ട് പിടിക്കും. മുടി നല്ല കറുപ്പായിട്ടിരിക്കും. അപ്പോൾ ഒരു ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തലമുടിയെല്ലാം കവറാകുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞത് പ്ലെയിൻ വാട്ടറിൽ കഴുകണം. സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴിയാൽ മതി. വളരെ നാളുകളായിട്ട് മുടി നരച്ച് കളറൊക്കെ ചെയ്യുന്ന, ഈ കെമിക്കൽ കളറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാസത്തിൽ 2 തവണ വീതം അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ മുടിയിലെ ഈ കെമിക്കൽ ഡൈ ചെയ്യുന്നവരുടെ മുടിയിലെല്ലാം കെമിക്കൽസ് ഒത്തിരി ഉണ്ടായിരിക്കും. അതെല്ലാം പോകണം. അതെല്ലാം പോയി കഴിയുമ്പോൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ നന്നായിട്ട് പിടിക്കും. പിന്നെ മുടിയിൽ നമ്മൾ ഒരിക്കലും ഹെയർ ഡൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തുടർച്ചയായിട്ട് ഇത് യൂസ് ചെയ്താൽ നരച്ച മുടി പിന്നെ ഒന്നുപോലും ഇല്ലാതെ മുഴുവൻ മുടി നല്ല ബ്ലാക്കായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ മുടി ഷാമ്പൂ ചെയ്താലോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുടി കഴുകി കഴിഞ്ഞാൽ കളറ് പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ബ്ലാക്കായിട്ട് തന്നെ ഇരിക്കും. നാച്ചുറൽ ഹെയർ നാച്ചുറൽ ബ്ലാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ ഡൈ ആണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളതുമാണ്. നരച്ച മുടി കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു നല്ല പരിഹാരമാണ് ഇത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും മുടിക്ക് വളരെ പ്രയോജനം തരുന്നതാണ്. മുടി വളരാനും മുടി ബ്ലാക്കായിട്ടിരിക്കാനും ഒക്കെ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.